നമുക്ക് ആദ്യം തന്നെ CPM-മായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകണം. കേന്ദ്ര ഘടകം CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. സംസ്ഥാന ഘടകത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല, പാർട്ടി സർക്കാർ ഏകോപനം ഉണ്ടായിരുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് വലിയ കാരണമായി എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയാണ്. അത് മാത്രമല്ല, നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒന്ന്, ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഹൈന്ദവ വർഗീയതകളോട് മൃദു സമീപനം എന്ന പ്രതീതി, വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളിപ്പറഞ്ഞില്ല, നേതാക്കളുടെ പൊതുവേദിയിലെ സംസാരങ്ങളിൽ ജാഗ്രതക്കുറവുണ്ടായി, ഒപ്പം ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നുവെന്നും കേന്ദ്ര കമ്മിറ്റി നിരീക്ഷിക്കുകയാണ്, പരസ്യമായി പ്രസിദ്ധീകരിക്കുകയാണ് ഈ റിപ്പോർട്ട്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അരുണ്, സംസ്ഥാന ഘടകം മൈൻഡ് ചെയ്യാതെ പോയ, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടാതെ പോയ, സമ്മതിക്കാതെ പോയ പല വീഴ്ചകളും, ഉദാഹരണം ഭരണവിരുദ്ധ വികാരം, നേതാക്കളുടെ പരസ്യ വിമർശനം അല്ലെങ്കിൽ പരസ്യമായ നിലപാട്, ഇതടക്കം ചൂണ്ടിക്കാട്ടി അക്കമിട്ട് നിരത്തിയാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അത് ഏത് തരത്തിലാണ് കേന്ദ്ര ഘടകം ഈ പ്രശ്നങ്ങളെ കാണുന്നത്? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടൊക്കെ വലിയ രഹസ്യരേഖയാണ്. CPM അത് ഒരു കാലവും ആ രീതിയിൽ പൂർണ്ണതോതിൽ പുറത്തുവിടാറില്ല. പക്ഷേ കേന്ദ്ര നേതൃത്വം എക്കാലത്തും ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്, പാർട്ടിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത്, CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പറ്റിയ വീഴ്ചകൾ എണ്ണി ആ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം നേരത്തെയൊക്കെ അത്ര വലിയ തിരിച്ചടി സമീപകാലത്തും CPM ഉണ്ടായിട്ടുള്ളപ്പോഴും ഈ രീതിയിൽ സംസ്ഥാന നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഒരു മലയാളിയാണ് ജനറൽ സെക്രട്ടറി എന്ന കാര്യം കൂടി ഓർക്കണം. അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് CPM-ന്റെ ഈ അവലോകന റിപ്പോർട്ട് ഉണ്ട്, അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു. അതിലൊരു കാര്യം പ്രകാരമാണ്, നേരത്തെ തന്നെ CPI-യുടെയൊക്കെ പ്രധാനപ്പെട്ട ആരോപണം വ്യക്തികേന്ദ്രിതമായി മാറി ഇടതുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം, പിണറായി വിജയൻ ഒറ്റ നേതാവിൽ ഒതുങ്ങിയത് തിരിച്ചടി ഉണ്ടാക്കിയെന്ന് CPI പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നു. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും അതേ രീതിയിൽ ആ റിപ്പോർട്ടിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നരേറ്റീവ് വാസ് prevalent that the entire campaign revolved around one person. The reference was to the chief minister and Politburo member who undoubtedly led the government with efficiency by, അതായത് ഒറ്റയാളിൽ കേന്ദ്രീകരിച്ചു. പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രി PB അംഗത്തിൽ കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇത് മാറ്റാൻ, തെരഞ്ഞെടുപ്പ് പ്രചരണം രാഷ്ട്രീയമായി മാറ്റാൻ കഴിഞ്ഞില്ല. UDF-നാകട്ടെ പിണറായിക്കെതിരെയുള്ള നീക്കമായി തന്നെ ഈ ക്യാമ്പയിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതൊരു വീഴ്ചയായി CPM-ന്റെ കേന്ദ്ര നേതൃത്വം കണ്ടെത്തുകയാണ്. പിണറായി വിജയൻ ഉൾപ്പെടുന്ന കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോയും കണ്ടെത്തുകയാണ്. ഒരൊറ്റയാളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രചരണം മുഴുവൻ കേന്ദ്രീകരിച്ച് തിരിച്ചടി ഉണ്ടാക്കി, ഒറ്റയാളിൽ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയി സർക്കാരും പാർട്ടിയും മുന്നണിയുമൊക്കെ ഒറ്റ പേരിൽ ഒതുങ്ങുകയും ചെയ്ത് തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം നേരത്തെ CPM-ലും CPI-ലും ഒക്കെ ഉയർന്നു വന്നതാണ്. അത് അതേപടി അംഗീകരിക്കുകയാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി. പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണമുണ്ടായതില്ല. എല്ലാ കാലത്തും CPM-ന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി കൃത്യമായ പിടി ഭരണത്തിലുണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കും സർക്കാരിനും ഒരേ നേതാവ് എന്നിട്ട് വന്നതോടുകൂടി, ഒരാളുടെ ഒറ്റ നിയന്ത്രണം വന്നതോടുകൂടി ആ പിടി അയഞ്ഞു. നേരത്തെയൊക്കെ പാർട്ടി സർക്കാർ ഏകോപനത്തിന് പാർട്ടി സബ് കമ്മിറ്റികൾ ഉണ്ടാക്കുമായിരുന്നു. ഇത്തവണ അതൊന്നും ഉണ്ടായില്ല. പാർട്ടി കൃത്യമായി സർക്കാർ നിരീക്ഷിച്ചു പോവുകയായിരുന്നു CPM-ലെ പതിവ്, CPM സർക്കാരുകൾ ഭരിക്കുമ്പോഴുള്ള പതിവ്. പക്ഷേ ഇത്തവണ നിരീക്ഷണ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചുവെങ്കിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു, ഘടകകക്ഷികൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാമായിരുന്നു. നേതാക്കളുടെ പൊതുവേദികളിലെ സംസാരത്തിൽ ജാഗ്രത കുറവുണ്ടായി, സംസാരങ്ങളിൽ ജാഗ്രത കുറവായുണ്ടായി എന്ന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. വാർത്താ സമ്മേളനങ്ങളിലും നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം വായിച്ച് തെറ്റായി പോയത് CPM സംസ്ഥാന കമ്മിറ്റി തന്നെ ഏറ്റുപറഞ്ഞതാണ്. അതും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ CPM-ന്റെ എതിരാളിയായ, പ്രത്യേകിച്ചും വർഗീയ മുഖമുള്ള ഒരു നേതാവിൻ്റെ പ്രസംഗം വായിച്ചത് ശരിയായില്ല എന്ന് CPI അടക്കമുള്ള ഘടകം വിമർശിച്ചതാണ്. ഇവിടെ അതേപടി തന്നെ പറയുന്നു, ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റാണ്, ഹൈന്ദവ വർഗീയ ശക്തികളുടെ മൃദു സമീപനം എന്ന പ്രതീതി പരത്താൻ ഇത് വഴിവെച്ചു എന്നാണ് സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ. വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളിപ്പറഞ്ഞില്ല. CPI സംസ്ഥാന കമ്മിറ്റിയും അത് അംഗീകരിച്ചതാണ്. ആദ്യമൊക്കെ വെള്ളാപ്പള്ളിക്ക് വലിയ പിന്തുണ നൽകിയെങ്കിലും പിന്നീട് അത് തിരുത്തി പറഞ്ഞതാണ്. PMCയിൽ എല്ലാ ഘടകകക്ഷികളെയും വിശ്വാസം എടുക്കണമായിരുന്ന ഒരു നിർദ്ദേശം കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട്.
ഭരണവിരുദ്ധ വികാരം സംസ്ഥാന ഘടകം ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ അത് അതേപടി ഉണ്ടായിരുന്നുവെന്ന് കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുന്നു. പോലീസ് ഭരണത്തിൽ വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലും ഈ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് CPM-ന്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രഞ്ജിത്ത്, അവരുടെ ഈ റിപ്പോർട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ ഒരു വലിയ പരാജയം, അത് പിണറായിയെയും ഗോവിന്ദനെയും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുകയാണ്. അതിൽ വീഴ്ച സംഭവിച്ചു. ഈ വലിയ പരാജയം എന്ന് പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന പരാജയമാണ് പാർട്ടിക്കുണ്ടായത്. 35 സീറ്റിലേക്ക് പാർട്ടി ഒതുങ്ങുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇതിനൊരു തിരുത്തൽ ഉണ്ടാകണമല്ലോ. അതാണ് അണികളും പ്രവർത്തകരും കീഴ്ഘടകങ്ങൾ മുതൽ ഉണ്ടായ ചർച്ചകളിലും വിലയിരുത്തലുകളിലും റിപ്പോർട്ടിങ്ങിലുമൊക്കെ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം തിരുത്തൽ വേണമെന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ എന്നുള്ളതാണ് CPM ലക്ഷ്യമിടുന്നത്. ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അത് പ്രസിദ്ധീകരിക്കുന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ, മാറ്റങ്ങൾ പാർട്ടിയിൽ സംസ്ഥാന ഘടകത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച ചേർന്ന CPM-ന്റെ 2 ദിന ഒരു ദിവസമായി ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗവും സെക്രട്ടേറിയറ്റും ഒക്കെ 2 ദിവസമായി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിശദമായി ചർച്ച ചെയ്തു. അതിൽ ഭേദഗതികളില്ലാതെ സെക്രട്ടേറിയറ്റ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അഡോപ്റ്റ് ചെയ്യുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രൂക്ഷ വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉള്ളപ്പോഴും ആ റിപ്പോർട്ട് അതേപടി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അത് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അടിമുടി തിരുത്തലിലേക്ക് CPM പോവുകയാണ്, തെറ്റുതിരുത്തലിലേക്ക് പോവുകയാണ്, അടിമുടി മാറ്റങ്ങളിലേക്ക് പോവുകയാണ്. സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് വച്ച് CPM-ന്റെ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ വരെയുള്ളവർ, അതുപോലെ തന്നെ പോഷക സംഘടനാ ഭാരവാഹികളും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. അവിടെ തെറ്റുതിരുത്ത നടപടികളിലെ പ്രധാനപ്പെട്ട കടമ്പകളിലേക്ക് CPM കടക്കും. എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനത്തിൽ, അത് ബ്രാഞ്ച് മുതൽ പൊളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അവിടെ ഉണ്ടാകും. അവിടെയാണ് സൂചിപ്പിച്ച പോലെ ഒരു അഴിച്ചുപണി. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദുർബലമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാധ്യത നേരിടാൻ ശക്തമായ കരുത്ത് അതിനില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഏറ്റവും ശക്തരായ നേതാക്കൾ, അത് ആദർശശുദ്ധിയായാലും അല്ലെങ്കിൽ സംഘടനാ കരുത്തുള്ള നേതാക്കൾ നയിച്ച സംസ്ഥാന സെക്രട്ടറികൾ CPM-നുണ്ടായിരുന്നു. ഇന്ന് അത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാലം മാറുന്നതനുസരിച്ച് അവിടെയും വലിയ കുറവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഴിച്ചു പണിയണം എന്ന ഒരു നിർദ്ദേശം പല ഘടകങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ ആ രീതിയിൽ അത് CPM ഉൾക്കൊള്ളുമെന്ന് കരുതാൻ വയ്യ. എങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചില മാറ്റങ്ങൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. ചില ആളുകളെ ഒഴിവാക്കുകയോ പുതിയ ആളുകളെ ഉൾക്കൊള്ളിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാകില്ല. സംസ്ഥാന കമ്മിറ്റിയിലും അത്തരം മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങളെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ചില ജില്ലാ സെക്രട്ടറിമാരുടെ കാര്യത്തിൽ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ വലിയ വിമർശനങ്ങളുണ്ട്. അതും ഒരുപക്ഷെ ഈ തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യാൻ വേണ്ടി ചേരുന്ന എക്സ്റ്റൻഡ് സംസ്ഥാന കമ്മിറ്റിയിൽ, വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്നേക്കാം. അതുപോലെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് TP രാമകൃഷ്ണൻ മാറുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ സംഘടനാപരമായ വലിയ അഴിച്ചുപണികൾ വേണം. അത് ആളുകളെ മാറ്റി മാത്രമല്ല, പ്രവർത്തന ശൈലിയിലും പ്രവർത്തന രീതിയിലും ഏറ്റെടുക്കുന്ന ക്യാമ്പയിനുകളിലുമൊക്കെ അടിമുടി മാറ്റം. ഇതാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. അത് പ്രാവർത്തികമാകുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. നേരത്തെ മുൻപൊക്കെ പാർട്ടി കേരളത്തിൽ ഭരണമുണ്ടായിരുന്നപ്പോൾ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ നിരീക്ഷിക്കാനും മാർഗനിർദ്ദേശം നൽകാനും ഉപസമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അത് ഉണ്ടായില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലീസിൻ്റെയും ബ്യൂറോക്രസിയുടെയും സ്വേച്ഛാധിപത്യത്തിനെതിരെ ജനവികാരം ശക്തമായി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, ആഡംബര ജീവിതശൈലി എന്നിങ്ങനെയുള്ള മോശം പ്രവണത ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് സമയത്ത് തിരുത്താത്തതിനാൽ പാർട്ടിയിലുള്ള ജനവിശ്വാസം നഷ്ടമായി എന്ന് കാട്ടുന്നുണ്ട്. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടിയുടെ പ്രധാന നേതാവായ A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അഖിലേന്ത്യാ നേതൃത്വം സംസ്ഥാന സെൻറ്ററിൽ ബന്ധപ്പെട്ട് അച്ചടക്ക നടപടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയധികം ദോഷം ശബരിമല വിഷയത്തിൽ പാർട്ടിക്കുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം PM ശ്രീ വിഷയത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് CPM-ആയുള്ള തർക്കം പരിഹരിച്ചത്. അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അങ്ങനെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ CPM-ന്റെ ചരിത്രത്തിൽ, സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഇത്രയധികം വിമർശനം കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം നടത്തുന്നതും ആദ്യമായി ആയിരിക്കാം. BB അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.